Hi friends, welcome to Easy Igno. BGC 103 Indian Writings in English എന്ന പേപ്പറിൽ Block 1 Unit 3 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിന്റെ ലാസ്റ്റ് യൂണിറ്റ് നമ്മൾ RK നാരായണന്റെ ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറഞ്ഞ നോവലിന്റെ സമ്മറിയാണ്, ഡീറ്റെയിൽഡ് സമ്മറിയാണ് നോക്കിയത്. ആൻഡ് ഈ യൂണിറ്റിൽ ദ സെയിം നോവലിന്റെ അനാലിസിസ് പാർട്ടാണ് വരുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ പ്ലോട്ട്, ഇതിന്റെ പ്ലോട്ട് എങ്ങനെയാണ്, ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ, പ്ലോട്ട്, significance of the title, the novel as an allegory. ഈ മൂന്ന് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. So the first is plot. So what do you mean by plot? എന്താണ് plot എന്ന് പറഞ്ഞാൽ? Plot is a framework of the story. ആ സ്റ്റോറിയുടെ ഫ്രെയിംവർക്ക് ആണ് പ്ലോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്റ്റോറിയിലോട്ട് വരികയാണെങ്കിൽ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിഗിനിങ് ഉണ്ട്, മിഡിൽ പോർഷൻ ഉണ്ട്, ഒരു എൻഡ് പോർഷൻ ഉണ്ട്. ആൻഡ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു RK എന്തുകൊണ്ടാണ് ഈ നോവൽ എഴുതുന്നത്, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒക്കെ പറഞ്ഞു. അപ്പം ഒരു ടൈഗർ അല്ലെങ്കിൽ ഒരു ആനിമലും ഹ്യൂമൻ ബീയിങ്സും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഇതിനകത്തൊരു തീമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ സ്റ്റോറിക്കകത്ത് കുറെ ഇന്ത്യൻ ക്ലാസിക്സിനെ പറ്റി പറയുന്നുണ്ട്. ഐ മീൻ പഞ്ചതന്ത്ര, ജാതക പോലുള്ള ആനിമൽസിനെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എഴുതിയിട്ടുള്ള സ്റ്റോറീസ് ആണ് ഇതിനകത്തൊക്കെ വരുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ആനിമൽസിനെ കൊണ്ടുവരാം എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ നോവലിന് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഉണ്ട്. നമുക്കറിയാം രാജ തന്നെയാണ് ഇതിലെ നരേറ്റർ. രാജയുടെ സ്റ്റോറി ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ് ആണ് പറയുന്നത്. അപ്പം ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഉള്ള ഒരു സ്റ്റോറിയാണിത്. രാജ പാസ്റ്റിലോട്ട് പോകുന്നു ആൻഡ് ഹീസ് കമ്മിങ് ബാക്ക് ടു ദ പ്രസൻസ്, അങ്ങനെ ഒരു അവസ്ഥയാണ് ഇതിനുള്ളത്. ഒരു ഫാന്റസിയെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റുകയാണ് RK നാരായൺ ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള നോവലില്. ആൻഡ് ഓൾസോ ഇതിൽ എപ്പിസോഡ് ആയിട്ടാണ് ഓരോ ഇൻസിഡൻസും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോവൽ എപ്പിസോഡിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ അതാണ് ഇതിന്റെ പ്ലോട്ടിനെ പറ്റിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ. ആൻഡ് ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ. ഇതിന്റെ ടൈറ്റിൽ എന്താണ്? എ ടൈഗർ ഫോർ മാൽഗുഡി. അദ്ദേഹത്തിന്റെ ഫിക്ഷണൽ ടൗൺ ആണ് മാൽഗുഡി. എ ടൈഗർ ഫോർ മാൽഗുഡി വിച്ച് മീൻസ് എ ടൈഗർ ഫോർ ദ പീപ്പിൾ ഓഫ് മാൽഗുഡി. മാൽഗുഡിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈഗർ എന്നുള്ളൊരു മീനിങ് വരും. ഇനി എന്താണ് ടൈറ്റിൽ എന്ന് പറയുന്നത്? ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആൻ ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ ലിറ്റററി വർക്ക്. ഇത് നമ്മൾ ഈ കഥയുടെ മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷൻ, അതായത് ടൈറ്റിൽ വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്യാച്ചി ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് വായിക്കാനായിട്ട് തോന്നുള്ളൂ. അപ്പം മറ്റുള്ളവരുടെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊട്ടാഗണിസ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഇതിനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അതായത് സ്പിരിച്വലി ഇവോൾവ് ആയിട്ടുള്ള ഒരു ടൈഗർ, അതിന്റെ സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്. ഹ്യൂമൻ സെൻസിബിലിറ്റീസ് ഉള്ള, ഹ്യൂമൻ കേപ്പബിലിറ്റീസ് ഉള്ള, മനുഷ്യരെ പോലെ ചിന്തിക്കാനും മനുഷ്യരെ പോലെ സംസാരിക്കുന്നില്ല, പക്ഷെ അതുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള ഒരു ടൈഗറിന്റെ സ്റ്റോറിയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിലിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ മാൽഗുഡി എന്ന് പറഞ്ഞ ആ ഒരു ടൗണിന് രാജയെ പോലുള്ള ഒരു ടൈഗർ വേണമായിരുന്നു. എന്തിനാണ്? അവർക്ക് സ്വയം ഇംപ്രൂവ് ആവാനും പിന്നെന്താണ് അവരുടെ വഴക്കുകൾ. ഇപ്പം രാജ എന്തെങ്കിലും ഒരു ക്വാറൽ നടക്കുകയാണെന്ന് വിചാരിച്ചു, അപ്പൊ രാജ അതുവഴി കടന്നു പോകുമ്പോൾ ആൾക്കാർ അടിപിടിയൊക്കെ നിർത്തിയിട്ട് ഓടിപ്പോവാണ് ചെയ്യുന്നത്. അപ്പം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും അവർക്ക് സ്വയം നന്നാകാനും സ്വയം ഡിസിപ്ലിൻഡ് ആകാനും ഒക്കെ മാൽഗുഡിക്ക് രാജയെ ആവശ്യമാണ് എന്നാണ് RK നാരായൺ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ ഈ സ്റ്റോറിക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ആണെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അടുത്തത് ദ നോവൽ ആസ് എൻ അലിഗറി ആണ്. എന്താണ് അലിഗറി എന്ന് പറഞ്ഞാൽ? ആക്ഷൻസ്, ആക്ടേഴ്സ് ഓർ സെറ്റിംഗ് യൂസ് ടു സിഗ്നിഫൈ അതർ തിങ്സ്. മലയാളത്തിൽ നമ്മൾ ഉപമ എന്ന് പറയും. ഒന്ന് നമ്മൾ മറ്റൊന്നിനോട് ഉപമിക്കുന്നതിനെയാണ് അലിഗറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ടൈഗർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. കാരണം ഈ ടൈഗർ നമുക്കറിയാം തുടക്കത്തിൽ വളരെ ഫെറോഷ്യസ് ആയിട്ട്, വളരെ ഓതോറിറ്റേറ്റീവ് ആയിട്ട്, അതായത് എല്ലാവരെയും ഭരിക്കുന്ന തരത്തിൽ ഐ എം ദ കിങ് ഓഫ് ദ ജംഗിൾ എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരു ടൈഗറാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യർ. പവർ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യരും ഇതുപോലെ തന്നെയാണ്, മറ്റുള്ളവരെ എങ്ങനെ ഹാം ചെയ്യാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടരാണ്. ആൻഡ് ഇവൻച്വലി എന്താണ്, കുറെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പം നമുക്ക് എന്താണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ടൈഗറിന് സംഭവിക്കുന്ന പോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിന് സംഭവിക്കുന്നുണ്ട്. അവസാനം അത് ഡിസിപ്ലിൻഡ് ആകുന്നു, അവസാനം അതിന് കുറെ ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. സോ ടൈഗർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ തന്നെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമുക്ക് പറയാം. ഇനി മറ്റൊരു രീതിയിൽ ഒരു അലിഗറി നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്നത് ഒരു പോസ്റ്റ് കൊളോണിയൽ വ്യൂ പോയിന്റിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ടൈഗറിന്റെ ലൈഫ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ടൈഗറിന്റെ ലൈഫ് തുടങ്ങുന്ന സമയത്ത് ടൈഗർ ഭയങ്കര ഫ്രീഡം എൻജോയ് ചെയ്തിരുന്ന ഒരാളാണ്. അമ്മ മരിച്ചതിന് ശേഷം പുറത്തോട്ട് വന്നതിന് ശേഷം എന്താണ് ഒന്നിനെയും പേടിക്കാതെ എല്ലാ തരത്തിലുള്ള എൻജോയ്മെന്റും ഒക്കെ നടത്തി വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ടൈഗറാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാരും. ബിഫോർ ബ്രിട്ടീഷേഴ്സ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നതിന് മുന്നേ വി ആർ എൻജോയിങ് എവറി കൈൻഡ് ഓഫ് ഫ്രീഡം. അതിനുശേഷമാണ് അവര് വരുന്നത്.
അവർ വരുന്നത് നമുക്ക് ഈ ടൈഗർ ഈ സർക്കസ് കമ്പനിയിലോട്ട് പോയതുമായിട്ട് പറയാം. അപ്പൊ എന്താണ്, നമ്മളെ ടെയിം ചെയ്യുക, നമ്മളെ ഒരു കൂട്ടിലടച്ച് നമ്മളെ ടെയിം ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ചെയ്തുകൊണ്ടിരുന്നത്. ലേറ്റർ എന്താണ്, അവര് പോകുമ്പോൾ എന്താണ്, എന്താണ് നമ്മുടെ അവസാനം നമ്മുടെ സ്വാമിജി അഥവാ മാസ്റ്ററിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് നമുക്ക് ഗാന്ധിജിയുമായിട്ട് ഉപമിക്കാം. കാരണം ഗാന്ധിജി എന്താണ്, നോൺ വയലൻസിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ലാസ്റ്റ് ഇവഞ്ച്വലി നമുക്ക് ഫ്രീഡം നേടിത്തരുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് ഈ ടൈഗറും എന്താണ്, സ്വാമിജിയുടെ കൂടെ നടന്നതിന് ശേഷമാണ് ഈ ടൈഗറിന് ലാസ്റ്റ് ഒരു ഫ്രീഡം കിട്ടുന്നത്. സർക്കസിൽ നിന്നും മൂവിയിൽ നിന്നും ഒക്കെ മാറി അതെന്താണ് പിന്നീട് ഒരു ലൈഫ് പഴയ പോലെ തിരിച്ചു പിടിക്കുന്നത് സ്വാമിജിയുടെ കൂടെ നടന്നതിന് ശേഷമാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രീഡം തിരിച്ചു പിടിച്ചു. അപ്പൊ ആ ഒരു പോസ്റ്റ് കൊളോണിയൽ വ്യൂ പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്താണ് ഒരു അലിഗറി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിൽ പ്ലോട്ട് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ആൻഡ് ഓൾസോ ഈ നോവലിനെ നമുക്ക് എങ്ങനെയൊക്കെ ഒരു അലിഗറി ആയിട്ട് കാണാമെന്നും പറയുന്നുണ്ട്. താങ്ക് യു.